വെൽക്കം എവരിവൺ. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കെ നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഫ്രം ദ സ്ക്രാച്ച് ഇംപ്ലിമെൻറ്റേഷൻ, ലൈബ്രറി യൂസ് ചെയ്ത് എങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. സോ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതത്തിൽ പെടുന്ന ഒരു ടൈപ്പ് ഓഫ് അൽഗോരിതമാണ് കെ നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതം എന്ന് പറയുന്നത്. സോ ഈ ഒരു പേര് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ഇതുമായിട്ട് സിമിലറായിട്ട് കെ മീൻസ് എന്ന് പറഞ്ഞ വേറൊരു അൽഗോരിതം ഉണ്ട്. സിമിലർ നെയിമിങ്ങിൽ സിമിലറായിട്ടൊരു പേര് വരുന്നതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കെ നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതം എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ്ഡ്. നേരെ മറിച്ച് കെ മീൻസ് എന്ന് പറയുന്നത് ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ്. ഓക്കെ, K-means is unsupervised. ദെൻ KNൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്കിത് റിഗ്രഷൻ ടാസ്കിനും അതുപോലെ ക്ലാസിഫിക്കേഷൻ ടാസ്കിനും രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റും. റിഗ്രഷൻ ആസ് വെൽ ആസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ കീ ആയിട്ടുള്ള ഐഡിയ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. വളരെ സിമ്പിളാണ് ആക്ച്വലി. സോ നമ്മളൊരാളെ പറ്റി ജഡ്ജ് ചെയ്യുമ്പോൾ പലപ്പോഴും പറയാറുള്ളത് ആ വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ക്ലോസസ്റ്റ് 5 ഫ്രണ്ട്സിനെ പോലെ തന്നെ ആയിരിക്കും എന്നാണ് പറയുക. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും കൂടെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന 5 വ്യക്തികൾ ആരാണോ നമ്മുടെ ലൈഫിലുള്ളത് അവരുടെ ഒരു ആകത്തുക അല്ലെങ്കിൽ അവരുടെ ഒരു ആവറേജ് ആയിരിക്കും നമ്മുടെയും സ്വഭാവം, ലിവിങ് സ്റ്റാൻഡേർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു ചൊല്ല് പറയാറുണ്ട്. അതേ ഒരു സിമിലർ ഐഡിയയാണ് കെ നിയറസ്റ്റ് നെയ്ബർ അൽഗോരിതത്തിലും. സോ നമുക്കതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നിങ്ങളിതൊരു ക്ലാസിഫിക്കേഷൻ ടാസ്കിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡേറ്റ അസ്യൂം ചെയ്യാം. 2 ഫീച്ചേഴ്സ് മാത്രമുള്ള x0യും x1ഉം മാത്രമുള്ള ഒരു ഡേറ്റ. സോ ആ ഡേറ്റയിൽ നിങ്ങൾ നോക്കിയപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ക്ലാസ് എയിൽ പെടുന്ന, അതായത് ക്ലാസിഫിക്കേഷൻ ടാസ്ക് ആയതുകൊണ്ട് 2 ടൈപ്പ് ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ക്ലാസ് എയിൽ പെടുന്നതെല്ലാം ഒരു സൈഡിൽ ക്ലസ്റ്റർ ചെയ്ത് കിടക്കുന്നു, ക്ലാസ് ബിയിൽ പെടുന്നതെല്ലാം വേറൊരു സൈഡിൽ ക്ലസ്റ്റർ ചെയ്ത് കിടക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ക്ലാസ് ബി ആൻഡ് ഈ ബ്ലൂ പോയിൻറ്റ്സ് എല്ലാം ക്ലാസ് എ. ഓക്കെ, കാറ്റഗറി എ ആൻഡ് ബി. സോ സപ്പോസ് നമുക്ക് ഒരു പുതിയ ഇൻപുട്ട് വന്നിരിക്കുകയാണ്, അതായത് x0യും x1ഉം ഒരു പുതിയ സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇവിടെ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയണം ഇത് ക്ലാസ് എയിലാണോ ക്ലാസ് ബിയിലാണോ ബിലോങ് ചെയ്യുന്നത് എന്നുള്ളത്. സോ നാച്ചുറലി നമുക്ക് വിഷ്വലി കാണുമ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലാസ് ബിയിൽ വരുന്ന പോയിൻറ്റ്സിൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. സോ അത് ക്ലാസ് ബി ആണെന്നുള്ള രീതിയിൽ നമുക്ക് വിഷ്വലി അറിയാൻ പറ്റും. പക്ഷേ ഒരു അൽഗോരിതം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അൽഗോരിതം ഇതിൻ്റെ ഈ ഒരു പുതിയ പോയിൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏറ്റവും ടോപ്പ് 5 ഫീച്ചേഴ്സ്, അതായത് ടോപ്പ് 5 ആയിട്ടുള്ള ഡേറ്റ പോയിൻറ്റ്സ് എടുത്ത് നോക്കും. അത് ഏത് ക്ലാസ് ആണെന്ന് നോക്കിയിട്ട് അതിൻ്റെ മെജോറിറ്റി ആയിട്ട് നമുക്കതിനെ തീരുമാനിക്കാം. സോ ക്ലാസിഫിക്കേഷൻ ടാസ്കിൽ KNN അൽഗോരിതം ബേസിക്കലി സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പോയിൻറ്റിൻ്റെ ക്ലാസ് എ ഓർ ക്ലാസ് ബി ആണെന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ നമ്മൾ അതിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന, ഏറ്റവും നിയറസ്റ്റ് കിടക്കുന്ന കുറച്ച് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യും. ഓക്കെ, മേ ബി ഒരു ഈക്വൽ റേഡിയസിൽ പെടുന്ന ഒരു സർക്കിൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് അടുത്ത് കിടക്കുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കും. സോ അതിൽ ഒന്നിലധികം പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന പോയിൻറ്റ്സ് ആയിരിക്കും എടുക്കുന്നത്. സോ എത്ര എണ്ണം എന്നുള്ളത് ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ ഈ K എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്യുന്നത്. സോ K നിയറസ്റ്റ് നെയ്ബേഴ്സിൽ നമ്മളൊരു ടിപ്പിക്കലി ഒരു ഓഡ് നമ്പർ ആയിരിക്കും കൊടുക്കുന്നത്, 3, 5, 7 എന്നൊക്കെ പറഞ്ഞിട്ട്. സോ 5 ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പോയിൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന ഏറ്റവും ടോപ്പ് 5 പോയിൻറ്റ്സ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ക്ലാസ് ആയിരിക്കും നോക്കുന്നത്. സോ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ മോസ്റ്റ്ലി നമുക്ക് ഗ്രീൻ പോയിൻറ്റ്സ് ആണ് വരുന്നത്. സോ ഇതിൻ്റെ അടുത്ത് കിടന്ന എല്ലാ പോയിൻറ്റ്സും ഗ്രീൻ പോയിൻറ്റ്സ് ആണ്. സോ നമ്മളിത് ക്ലാസ് ബി ആയിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. സോ ക്ലാസിഫിക്കേഷൻ ടാസ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കും.
നേരെ മറിച്ച് റിഗ്രഷൻ ടാസ്കിലാണെങ്കിലും നമുക്ക് സിമിലറായിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഏറ്റവും ടോപ്പ് വരുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിൻറ്റ്സ് ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൊറസ്പോണ്ടിങ് ടാർഗറ്റ് വാല്യൂ എത്രയാണോ അതെടുത്തതിന് ശേഷം അതിൻ്റെ ആവറേജ് എടുത്താൽ നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി KNN എന്ന് പറഞ്ഞാൽ KNN അൽഗോരിതത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇത്രയേ ഉള്ളൂ. സിംപ്ലി നമുക്ക് ഓരോ പോയിൻറ്റും മറ്റ് പോയിൻറ്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ സോർട്ട് ബൈ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. ഏറ്റവും അടുത്ത് വരുന്നത് ഏറ്റവും ടോപ്പിൽ വരുന്ന രീതിയിൽ. ദെൻ ഏറ്റവും ടോപ്പ് കെയുടെ വാല്യൂ അനുസരിച്ച് ഏറ്റവും ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 7 വാട്ടെവർ എത്രയാണോ K അത്രയും നമ്പറോ ഏറ്റവും ടോപ്പിൽ വരുന്ന ടാർഗറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ മെജോറിറ്റി എടുക്കുക ക്ലാസിഫിക്കേഷൻ ടാസ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കുക റിഗ്രഷൻ ടാസ്കിന്. സോ ഇതിൻ്റെ ഒരു അൽഗോരിതം നമ്മൾ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗിവൺ ഡേറ്റയുണ്ട്, നമുക്ക് എക്സ് വാല്യൂസും ഉണ്ട്, അതിൻ്റെ വൈ വാല്യൂസും ഉണ്ട്. സോ എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികമോ ഫീച്ചേഴ്സ് ആവാം. വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് കോളം. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറിക്കൽ ഇൻഫർമേഷൻ ആയിരിക്കും. റിഗ്രഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും. സോ നമ്മളൊരു പുതിയ ഡേറ്റ പോയിൻറ്റ് ടെസ്റ്റ് ഡേറ്റ സേ ഫോർ എക്സാമ്പിൾ ടി ആണെന്നുണ്ടെങ്കിൽ ടിയും എക്സിൽ കിടക്കുന്ന ഓരോ പോയിൻറ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. സോ ടി വിത്ത് x1, x2, x3 അപ് ടു n പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ പോയിൻറ്റുമായിട്ടുള്ള യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നമുക്ക് സിമ്പിളായിട്ട് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കതിന് ഓരോന്നിനും കൊറസ്പോണ്ടിങ് ആയിട്ട് D1, D2, D3 എക്സെട്ര DN കിട്ടും. ഇനി നമുക്ക് ഇതിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. സോ നമ്മളതിനെ സോർട്ട് ചെയ്യും. സോർട്ട് ഇൻ അസെൻഡിങ് ഓർഡർ. ദെൻ ഏറ്റവും ടോപ്പ് K വാല്യൂസ്, ദെൻ സെലക്ട് ടോപ്പ് K വാല്യൂ. ടോപ്പ് K values and corresponding target value. നമ്മുടെ വൈ ലേബിളിൽ ഏറ്റവും ഈ ഒരു ഡിസ്റ്റൻസിന് കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പിൽ വരുന്ന വൈ വാല്യൂസ് എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുകയാണ് നമ്മൾ റിഗ്രഷൻ ടാസ്കിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മെജോറിറ്റി. സോ 5, 3, 7 എന്ന് പറഞ്ഞ ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്ലാസ് ആയിരിക്കും മെജോറിറ്റി ആയിട്ട് വരുന്നത്. സോ അത് നമ്മൾ നമ്മുടെ പ്രഡിക്ഷനായിട്ട്, അതായത് പുതിയ ഇൻപുട്ട് ഏത് ക്ലാസ്സാണ് അല്ലെങ്കിൽ അതിൻ്റെ പുതിയ ഇൻപുട്ടിന് കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. സോ ഇത് നമുക്ക് ഫ്രം ദ സ്ക്രാച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഈവൻ ലൈബ്രറി കോഡും നമുക്ക് അവൈലബിൾ ആണ്. സോ ഞാനിത് രണ്ടും ജസ്റ്റ് ഈ ഒരു നോട്ട്ബുക്കിൽ കാണിക്കാം. സോ ഇവിടെ ആക്ച്വലി ഞാനിത് ചെയ്തിരിക്കുന്ന ഐറിസ് ഡേറ്റാ സെറ്റാണ്. സോ ഐറിസ് ഡേറ്റാ സെറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫ്ലവേഴ്സിൻ്റെ ഒരു ഡേറ്റാ സെറ്റാണ്. നമുക്കതിൽ 4 ഫീച്ചേഴ്സാണുള്ളത്. സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത്. ദെൻ ക്ലാസ് ആയിട്ട് വരുന്നത്, വൈ ലേബിളായിട്ട് വരുന്നത് 3 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സാണ്. സോ ഓൾറെഡി ഒരു ടോയ് ഡേറ്റാ സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് സൈക്കിറ്റ് ലേണിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ യൂഷ്വൽ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിന് വേണ്ടിയിട്ടും ആക്യുറസി കമ്പ്യൂട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെയുണ്ട്. ദെൻ ലൈബ്രറി വെർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് സൈക്കിറ്റ് ലേണിൻ്റെ നെയ്ബേഴ്സ് എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ ക്ലാസിഫയർ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ ഉള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ലോഡ് ചെയ്യുന്ന സ്റ്റെപ്സാണ്, ഫീച്ചേഴ്സും ലേബൽസും. ദെൻ അതിനൊരു ഡേറ്റ ഫ്രെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് ഓരോ ഫീച്ചേഴ്സും അതിൻ്റെ കൊറസ്പോണ്ടിങ് ടാർഗറ്റ് വാല്യൂ ഇവിടെ ആക്ച്വലി നമ്പേഴ്സ് ആയിട്ടാണ് നമുക്ക് ഈ ഡേറ്റ സെറ്റിൽ നിന്ന് ലോഡ് ചെയ്ത് കിട്ടുന്നത് ലൈബ്രറിയിൽ നിന്ന്, ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലവർ നെയിംസ് ഓൾസോ നമുക്ക് കിട്ടും. ഐറിസ് ഡോട്ട് ക്ലാസ് നെയിംസ് അങ്ങനെ എന്തോ ഒരു ആട്രിബ്യൂട്ട് ആക്സസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ദെൻ ഇവിടെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഒരു 80-20 സ്പ്ലിറ്റാണ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് അതിൻ്റെ ലേണിംഗ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ലൈബ്രറി ഇംപ്ലിമെൻറ്റേഷനിൽ നമ്മൾ K നിയറസ്റ്റ് ക്ലാസിഫയർ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ക്ലാസിഫയർ യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ ഞാൻ നമ്പർ ഓഫ് K വാല്യൂ അല്ലെങ്കിൽ N നെയ്ബേഴ്സ് എന്നാണ് പാരാമീറ്ററിൻ്റെ പേര്, ഞാൻ 3 ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഡോട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ കാൽക്കുലേഷൻസ് എല്ലാം നടന്നുകൊള്ളും, ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ദെൻ പുതിയൊരു ഇൻപുട്ട് ഡേറ്റ വന്നു കഴിയുമ്പം അതുമായിട്ടുള്ള ഡിസ്റ്റൻസ് കമ്പ്യൂട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തിട്ട് അത് പ്രെഡിക്ഷൻ വരുന്നതായിരിക്കും.
സോ ഇവിടെ ആക്യുറസി സ്കോർ ഈ ഒരു ഡേറ്റയ്ക്ക് എനിക്ക് ചെയ്യുമ്പോൾ ആക്യുറസി 1 തന്നെയാണ് കിട്ടുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ഡേറ്റയും സിമ്പിളായിട്ടുള്ളൊരു പാറ്റേണും ആയതുകൊണ്ട് എനിക്ക് ഫുൾ പ്രഡിക്ഷൻസും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ഒരു കസ്റ്റം ക്ലാസ് ഡിഫൈൻ ചെയ്യുവാണ്. എനിക്കിതിൻ്റെ ഇൻറ്റേർണൽ ലേൺഡ് പാരാമീറ്ററായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പാരാമീറ്ററായിട്ട് ഇതിൻ്റെ കെ വാല്യൂ മാത്രം സ്റ്റോർ ചെയ്താൽ മതി. ഡിഫോൾട്ട് വാല്യൂ ഞാൻ 3 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ്റെ അത് ആക്ച്വലി അധികമൊന്നും ചെയ്യാനില്ല. സിംപിളി നമുക്ക് ആ ഡേറ്റ കോപ്പി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ട്രെയിനിങ് ഡേറ്റ, അതായത് ട്രെയിനിങ് ഫീച്ചേഴ്സ് ആൻഡ് ലേബൽസ്. ദെൻ പ്രെഡിക്ഷൻ ഫംഗ്ഷൻ വരുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഒരു പുതിയ ഇൻപുട്ട് വരുമ്പം എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് വരുന്നത്. സോ ഇവിടെ എൻ്റെ പുതിയ ഇൻപുട്ട് ഇവിടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻപുട്ടായിട്ട്. ദെൻ അതിൽ ഓരോ എക്സുമായിട്ടും ഓരോ ട്രെയിനിങ് ഡേറ്റയുമായിട്ടും അതിൻ്റെ ഡിസ്റ്റൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർ ലൂപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഞാൻ സിംപിളി യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നംപൈ വെക്ടറൈസ്ഡ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് സ്ക്വയർഡ് ആൻഡ് സ്ക്വയർ റൂട്ട് ദെൻ ആവറേജ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നു. ആ ഓരോ ഡിസ്റ്റൻസും ഞാൻ ഈ ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യുകയാണ്. ദെൻ അതിനുശേഷമാണ് അതിനെ സോർട്ട് ചെയ്യുന്നത് ഇൻ അസെൻഡിങ് ഓർഡറിൽ. ദെൻ ആർഗ്യുമെൻറ്റ് സോർട്ടാണ് ചെയ്യുന്നത്, സോ ദാറ്റ് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള y വാല്യൂസ് എനിക്ക് ആക്സസ് ചെയ്തെടുക്കാനായിട്ട്. സോ ഇതിൽ ഏറ്റവും ടോപ്പ് എത്രയാണോ ഞാൻ കൊടുത്ത കെ വാല്യൂ അതിനനുസരിച്ചുള്ള ടോപ്പ് വാല്യൂസ് മാത്രമായിരിക്കും ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നത്. ഇൻഡീസ് പൊസിഷൻസ് മാത്രമാണ് എടുക്കുന്നത്. ദെൻ ആ ലേബൽ വാല്യൂസ് കൊറസ്പോണ്ടിങ് ടു നമ്മുടെ വൈ ട്രെയിൻ അല്ലെങ്കിൽ ട്രെയിനിങ് ലേബൽസ്, ആ ഒരു ഇൻഡീസസ് ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് കെ ഇൻഡീസസിന് കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേബൽ വാല്യൂസ് എടുക്കുന്നു. അതിൽ നിന്നും ഏറ്റവും മാക്സിമം റിപ്പീറ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഐറ്റം ഞാൻ എൻ്റെ അകത്ത് നിന്ന് ലേബലായിട്ട് എടുക്കുകയാണ്. അത് മൾട്ടിപ്പിൾ ഇൻപുട്ട്സിന് പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരേ സമയം. സോ ദാറ്റ് അത് ബൈ പ്രഡിക്ഷൻ വാല്യൂസ് ഒരു ലിസ്റ്റിലോട്ട് അപ്പൻഡ് ചെയ്യുന്നതായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ദെൻ അഗെയിൻ അത് നമ്പർ അറേ ആയിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ, സോ ദാറ്റ് ലൈബ്രറി വെർഷൻ്റെ ആ ഒരു API യൂസേജുമായിട്ട് വളരെ സിമിലർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്പർ അറേ ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു. സോ ഇതാണ് ബേസിക്കലി പ്രെഡിക്റ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഇവിടെയാണ് ആക്ച്വലി അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, കസ്റ്റം ക്രിയേറ്റ് ചെയ്ത ക്ലാസ് യൂസ് ചെയ്തിട്ട് കെ വാല്യൂ 3 ആണ്. ദെൻ ഡോട്ട് ഫിറ്റ് ഫംഗ്ഷൻ വിളിക്കുന്നു. അതുപോലെ ഡോട്ട് പ്രെഡിക്റ്റ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഈ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്തതിന് ശേഷം ആ പ്രെഡിക്ഷൻ വാല്യൂസ് എനിക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ ലൈബ്രറി ഇംപ്ലിമെൻറ്റേഷൻ്റെ ആക്യുറസിയും ഞാൻ വെരിഫൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോ എനിക്കതിനും 1 തന്നെ കിട്ടുന്നു. ദെൻ അഗെയിൻ ഈ റിസൾട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വൽ വൈ ടെസ്റ്റ് വാല്യൂയും വൈ ലേബൽ വാല്യൂയും സൈക്കിറ്റ് വഴി പ്രെഡിക്റ്റ് ചെയ്ത വൈ ലേബൽ വാല്യൂയും അതുപോലെ കസ്റ്റം ഫംഗ്ഷൻ അല്ലെങ്കിൽ കസ്റ്റം ക്ലാസ് വെച്ച് ഞാൻ ഫ്രം ദ സ്ക്രാച്ച് KNN ഇംപ്ലിമെൻറ്റേഷൻ വെച്ച് ഉള്ള പ്രഡിക്ഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതൊരു ഡേറ്റ ഫ്രെയിമിലോട്ട് ഈ 3 വേരിയബിൾസും പാസ് ചെയ്യുന്നു. സോ ഇവിടെ നോക്കിയാൽ അറിയാം നമ്മുടെ ആക്ച്വൽ വാല്യൂസും സൈക്കിറ്റ് വഴി പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂസും കസ്റ്റം ക്ലാസ് വഴി പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂസും എക്സാക്ട്ലി സെയിം തന്നെയാണ്. സോ സിമ്പിളായിട്ട് നമ്മളൊരു KNN ഫ്രം സ്ക്രാച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. KNN ക്ലാസിഫയർ ആണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ദെൻ KNN റിഗ്രസർ ആണെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ട് സിമിലർ ആയിട്ടുള്ള കോഡ് തന്നെയായിരിക്കും വരുന്നത്. ബട്ട് എക്സെപ്റ്റ് ഈ പ്രെഡിക്റ്റ് ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ എടുക്കുന്നതിന് പകരം നമ്മളതിൻ്റെ ആവറേജ് വാല്യൂ റിഗ്രഷൻ ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഈ ലേബൽ വാല്യൂസിൻ്റെ ആവറേജ് എടുത്ത് അതായിരിക്കും നമ്മൾ ഈ ഒരു പ്രഡിക്ഷനിലോട്ട് അപ്പൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു അൽഗോരിതമാണ് KNN എന്ന് പറയുന്നത്. സിംപിളി ആ ഒരു യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ മാത്രമേ ഇതിൽ ഒരു കാൽക്കുലേഷനായിട്ട് ശരിക്കും പറഞ്ഞാൽ വരുന്നുള്ളൂ. ദെൻ അഗെയിൻ സോർട്ടിങ് ആൻഡ് ഫൈൻഡിങ് ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ഓർ ആവറേജ് വാല്യൂ. ഓക്കെ, സോ KNNൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. ഫ്രം സ്ക്രാച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ ഡീപ്പായിട്ട് ക്ലാരിഫൈഡ് ആവുന്നതായിരിക്കും.